ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. ഓം നമശ്ചണ്ഡികായ. 1201 രണ്ടാമത്തെ പൂർണ്ണ ചന്ദ്രഗ്രഹണം 2026 മാർച്ച് 3 ചൊവ്വാഴ്ച വൈകുന്നേരം 3:23 മുതൽ 6:53 വരെ പൂരം നക്ഷത്രത്തിൽ ചിങ്ങക്കൂറിൽ കേതുഗ്രസ്തമായിട്ട് നടക്കുകയാണ്. ചന്ദ്രഗ്രഹണം ചന്ദ്രൻ്റെ സ്വഭാവങ്ങളായ സുഖം, വാഹനങ്ങൾ, ഗൃഹം, മാതാവ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെയാണ് ഈ ഗ്രഹണം കൂടുതലായിട്ട് ബാധിക്കുന്നത്. എല്ലാ ഗ്രഹണങ്ങളും പുണ്യകാലങ്ങളാണ്. ഈ പുണ്യകാലങ്ങളെല്ലാം നാം ആചരിക്കണം. ആചരിക്കുക എന്ന് പറഞ്ഞാൽ വേണ്ട പരിഹാരങ്ങളൊക്കെ യഥാസമയം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഗ്രഹണം ആചരിക്കുക എന്ന് പറയുന്നത്? ഗ്രഹണകാലത്തിന് 3 യാമം മുമ്പ് മുതൽ തന്നെ ആഹാരം വർജിക്കണം. ഗ്രഹണ സമയത്ത് പൂജയും പ്രാർത്ഥനയുമായി ഇരിക്കണം. ഗ്രഹണം കഴിഞ്ഞാൽ കുളിക്കണം. ക്ഷേത്ര ദർശനവും ദാനധർമാദികളും മറ്റും നടത്തണം. പിന്നെ ഈ വർഷം മുഴുവൻ ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് നമഃശിവായ മന്ത്രങ്ങൾ കൂടുതൽ ജപിച്ചുകൊണ്ട് ഇരിക്കണം. ഇങ്ങനെയാണ് ഗ്രഹണത്തെ ആചരിക്കുന്നത്. സാധാരണ എല്ലാവർക്കും ഈ ഗ്രഹണം ദോഷമാണ് ചെയ്യുന്നത്. എങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഈ ഗ്രഹണം അനുകൂലമാണ്. ചിത്തിരര, ചോതി, വിശാഖത്തി മുക്കാല്, ഉത്രാടം, തിരുവോണം, അവിട്ടം, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹണം അനുകൂല രാശിയിലാണ് നടക്കുന്നത്. ഇവർക്ക് ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. ശാരീരിക സുഖം ഉണ്ടാവും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും, നല്ല വിദ്യാഭ്യാസം ലഭിക്കും, ശത്രുക്കളുടെ മേൽ അനായാസ വിജയം നേടും. ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇവർ ഗണപതിയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ഇവർക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരം എന്ന് പറയുന്നത്. എല്ലാവർക്കും വേണ്ടത്ര പരിഹാരങ്ങളൊക്കെ ചെയ്ത് ദോഷമൊന്നും വരാതെ നല്ല അവസരങ്ങൾ ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.